ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും 999 മലയാളം തറവിട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള മെസ്സേജസ്, ഹിഡൻ മെസ്സേജസ്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇതുവരെ തുറന്നു പറയാത്ത കാര്യം? എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടാവുമല്ലോ, ലൈക്ക് ചിലവർ പറഞ്ഞിട്ടുണ്ടാവില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിൻ്റെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാറില്ലല്ലോ. സോ നമുക്ക് ഇന്ന് ഹിഡൻ മെസ്സേജസ് ആണ് നോക്കുന്നത്. നമുക്കിന്നിവിടെ 3 പൈൽ വെക്കാം. ഫസ്റ്റ് പൈല്, സെക്കൻഡ് പൈല്, തേർഡ് പൈൽ. 3 പൈലാണ് വെക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പൈൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി നോക്കുക. മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ മെഡിറ്റേഷൻ ചെയ്താൽ മതി. ജസ്റ്റ് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പൈൽ ഏതാണ്, ആ പൈൽ സെലക്ട് ചെയ്യുക കേട്ടോ. സോ നമ്മൾ ഈച്ച് പൈലിലേക്ക് 10 മെസ്സേജസ് വീതമാണ് ഇവിടെ എടുക്കുക. ഓക്കെ, ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് എടുക്കാം. സോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നിങ്ങളുടെ മെസ്സേജസ്. ഓക്കെ, ഈ വ്യക്തിക്ക് ഒരു റിഗ്രറ്റ് ഉള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. യു ആൻഡ് ഐ വർ ടു യങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു സമയത്ത് നിങ്ങൾ മേ ബി വല്ല ഡിസിഷനും എടുക്കാൻ പറഞ്ഞ സമയത്ത് ഈ വ്യക്തി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനും നീയും ഒരുപാട് ചെറുപ്പമായിരുന്നു ആ സമയത്ത്. ഓക്കെ, ഐ ലോസ് മൈസെൽഫ് ഫോർ എ ലിറ്റിൽ വൈൽ. ഒരിച്ചിരി സമയത്തേക്കാണെങ്കിലും എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രതീതിയായിരുന്നു എന്നാണ് പറയുന്നത്. ഫൈൻഡിങ് ഔട്ട് ദ ട്രൂത്ത് ക്രഷ്ഡ് മീ. ഏതോ ഒരു സത്യം പുള്ളിക്കാരനെ ഒരുപാട് വലച്ചിട്ടുണ്ട്, ക്രഷ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഒരുപാട് ഷേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രൂത്ത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ വ്യക്തി. യു ഡോണ്ട് നോ ഹൗ ഹാർഡ് ഇറ്റ് വാസ് ടു ലെറ്റ് യു ഗോ. ഓക്കെ, ഈ ഒരു പലരുള്ളവർ കൂടുതൽ എനിക്ക് തോന്നുന്നു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വന്നവരാണെന്ന് തോന്നുന്നു. സോ അവർക്ക് മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ അവർക്ക് അത് പറയാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷനിലാണ്. ഓക്കെ, യു ഡോണ്ട് നോ ഹൗ ഹാർഡ് ഇറ്റ് വാസ് ടു ലെറ്റ് യു ഗോ. നിങ്ങളെ പറഞ്ഞു വിടാൻ, ആ റിലേഷൻഷിപ്പുമായിട്ട് എന്താ പറയുക, ആ റിലേഷൻഷിപ്പിനെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ റിഗ്രറ്റ് ലൈയിങ് ടു യു. നിങ്ങളോട് നുണ പറഞ്ഞതിൽ ഞാൻ ഒരുപാട് ഖേദിക്കുന്നു. അവർക്കൊരു ഹീലിംഗ് പീരീഡ് വേണം, അവരുടെ ഒരു ഹീലിംഗ് ടൈമാണ് ഇതെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, എന്നാലും സോ മെനി തിങ്സ് റിമൈൻഡ് മീ ഓഫ് യു. ഓക്കെ, അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളെ ഓർക്കാനായിട്ട്. ഓക്കെ, എത്ര നോ കോണ്ടാക്റ്റിലാണെങ്കിലും ഐ ലുക്ക് ഫോർ യു എവ്രിവെയർ. എവിടെ പോയാലും, ഏത് ആൾക്കൂട്ടത്തിനിടെ പോയാലും ഞാൻ നിനക്ക് വേണ്ടിയാണ് പരതുന്നത്. നിന്നെക്കുറിച്ചുള്ള തിങ്കിങ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, ഐ എം സോ അട്രാക്റ്റഡ് ടു യു. എനിക്ക് നിന്നോട് ഭയങ്കര അട്രാക്ഷനാണ് എന്നാണ്. ഇതാണ്
ഫസ്റ്റ് പൈലിൽ അവർക്ക് നിങ്ങളോട് പറയാനുള്ള 10 ഹിഡൻ മെസ്സേജസ്. ഓക്കെ, സോ ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർ തന്നെയാണ് ഈ ഒരു പൈല് വന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ദിസ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ യു എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പൈൽ നിങ്ങൾ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് റിസണേറ്റ് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പൈലും സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇനി അടുത്തൊരു ഈ ഒരു റീഡിങ് സ്യൂട്ടബിൾ ആവുന്നില്ലെങ്കിൽ നെക്സ്റ്റ് റീഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോകാം. സെക്കൻഡ് പൈലുകാരെ നല്ലതുപോലെ മെഡിറ്റേറ്റ് ചെയ്യുക. ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് സോ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചൂസ് ചെയ്തത് കറക്റ്റ് ആവാം. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്തത്, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ചെയ്യുക. ആ ഒരു ഗട്ട് ഫീലിംഗ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, നമ്മൾ 10 മെസ്സേജസ് ആണ് എടുക്കുന്നത്. ഇൻ കേസ് ഷഫിൾ ചെയ്ത് നമ്മുടെ കയ്യിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കളയില്ല, അതും കൂടി നമ്മളെടുക്കും. Universe, give me an answer for my pile number 2. Universe, give me an answer for my pile number 2. Universe, give me an answer to my pile number 2. Universe, give me an answer to my pile number 2. ഇപ്പോൾ മനസ്സിൽ ഒരുപാട് ഭാരങ്ങൾ കൊണ്ട് നടക്കുന്നൊരു പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചെറിയ കാര്യങ്ങളാണെങ്കിലും ഭയങ്കര ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. Universe, give me an answer to pile number 2. Universe, give me an answer to pile number 2. ഓക്കെ, നമ്മുടെ കാർഡ്സ് എടുത്തു കഴിഞ്ഞു. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, ഐ ലവ് യു. ഓക്കെ, ഭയങ്കര സ്നേഹത്തിലുള്ള ഒരു പയലാണ്. നിങ്ങൾ ഒരുപാട് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഹി ലവ് യു ടു മച്ച്. ഐ ലവ് ദാറ്റ്. ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ ഫോർഗീവ് മീ വൺ ഡേ. എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. സോ അപ്പം നിങ്ങൾ എന്നെ ഫോർഗീവ് ചെയ്യണമെന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. ഒരു ദിവസം നിങ്ങൾ എന്നെ ഫോർഗീവ് ചെയ്യും എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഐ bury myself in work to forget you. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വർക്കിൽ വ്യാപൃതനായിരിക്കുകയാണ് നിന്നെ മറക്കാൻ വേണ്ടി. ഓക്കെ, യു കെയിം ക്ലോസർ ദാൻ എനിവൺ. വേറെ ആരെക്കാളും അടുത്ത് നീ എൻ്റെ ലൈഫിലേക്ക് വന്നു. പുള്ളി ഒരുപാട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സ്നേഹമുണ്ട് താനും, പക്ഷേ ബൗണ്ടറീസ് ഒരുപാട് കീപ്പ് ചെയ്തുകൊണ്ട് ഒരാളെ അങ്ങോട്ട് അടുപ്പിക്കാനായിട്ട് താല്പര്യമില്ലാത്തൊരു വ്യക്തി. ബട്ട് ഹീ ലവ്സ് യു. ഓക്കെ, സേ യു സ്പീക്ക് ടു മീ ത്രൂ മ്യൂസിക്. പാട്ടുകളിലൂടെയാണ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് ഐ ബ്ലെയിംഡ് യു. അടിപൊളി. ഇവിടെ ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ ഫോർഗീവ് മീ വൺ ഡേ. ഓക്കെ, അവർ പറയുന്നുണ്ട് ആ ഒരു മിസ്റ്റേക്ക് അവരുടെ ഫോൾട്ടാണെന്ന് അവർക്കറിയാം, ബട്ട് ആ വ്യക്തി ബ്ലെയിം ചെയ്തത് നിങ്ങളെയാണ്. ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ ഫോർഗീവ് മീ വൺ ഡേ. ഒരു ദിവസം നിങ്ങൾക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റും. ഐ വാണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ. എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് നിന്നോട് പറയാൻ താല്പര്യമുണ്ട്. ബട്ട് ആൻഡ് ഐ കാൻ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. എനിക്ക് നിന്നെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നതിന് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ ഓക്കെ, ഇത് ലാസ്റ്റ് ഇതിലും വന്നിരുന്നു. ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഹീൽ നൗ. പുള്ളിക്ക് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം വേണം. ഇത് സമയമാണ്. ഓക്കെ,
I lost myself for a little while. I lost myself for a little while. Okay. Okay. Sorry. Okay. I know that I crossed the line with you. There is something which they have crossed the line with you. You have put some limitations to them, but I'm not sure in which way they have crossed your line. Okay. മേ ബി ഫിസിക്കൽ ഇൻറ്റിമസി നടന്നിട്ടുള്ള ഒരു കാർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇതാണ് കാണുന്നത്. ഓക്കെ. സോ ഫിസിക്കൽ ഇൻറ്റിമസി അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി പറയുന്നുണ്ട് പുള്ളിക്കറിയാം, പുള്ളിയുടെ ഭാഗത്തുനിന്ന് വന്നതാണ്, എനിക്ക് ആ ഒരു ലൈൻ, ആ ബോർഡർ ഞാൻ ക്രോസ് ചെയ്തു എന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് കാർഡിൻ്റെ റീഡിങ്. ഓക്കെ. റിസണേറ്റ് ആവുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ. നമ്മുടെ തേർഡ് പൈൽ, ഇതാണ് നമ്മുടെ തേർഡ് പൈൽ. ഓക്കെ. തേർഡ് പൈലുകാരോടും പറയാനുള്ളത് സെയിം ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക. ഏത് ബേസിക് ആയിട്ടുള്ള മെഡിറ്റേഷൻ മതി. ജസ്റ്റ് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ്. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേഷനൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ബേസിക് മെഡിറ്റേഷനിലുള്ള കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് വരാത്തത് നിങ്ങളുടെ മനസ്സിലൂടെ ഒരുപാട് കഥകൾ പോകുന്നതുകൊണ്ടാണ് കേട്ടോ. സോ യു ഹാവ് ടു ട്രൈ ടു കോൺസെൻട്രേറ്റ് ദാറ്റ് വൺ ഫസ്റ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ തേർഡ് പൈലുകാരുടെ 10 മെസ്സേജസ് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ. തേർഡ് പൈലുകാർ ഷഫിൾ ചെയ്യുന്ന സമയത്ത് ഷഫിൾ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. സോ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ പൗസ് ചെയ്യാതെ തന്നെ നിങ്ങൾ കേട്ടോളൂ. ജസ്റ്റ് ഈ ഒരു ഹെഡ്ഫോൺ വെക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് കേൾക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ. സോ നമുക്ക് ഷഫിൾ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് നോക്കാം. Universe, give me the message for pile 3. Universe, give me the message for pile 3. Universe, give me the message to pile 3. Universe, give me the message to pile 3. Universe, give me the message to pile 3. All right. നമുക്ക് നോക്കാം. നിങ്ങളുടെ പയലിൽ കുറച്ച് ഭയങ്കര സ്പീഡപ്പാണ്. എല്ലാ കാര്യത്തിനും ഓടി പെട്ടെന്ന് ചെയ്യുന്ന ഒരു വ്യക്തികളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. സോ നിങ്ങളുടെ ഫസ്റ്റ് മെസ്സേജ് വരുന്നത് സംടൈംസ് ഐ സ്റ്റേ എവേക്ക് തിങ്കിങ് അബൌട്ട് യു. രാത്രിയിൽ ഉറക്കമില്ലാതെ നിങ്ങളെ ഓർത്തിരിക്കുകയാണ് ഞാൻ. ഐ ലവ് യു അൺകണ്ടീഷണലി. ദർ ഈസ് നോ കണ്ടീഷൻസ് ടു ലവ് യു. അതാണ് പറയുന്നത്. എന്തൊക്കെ വന്നാലും എങ്ങനെയൊക്കെ വന്നാലും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ഐ വിഷ് ഐ കുഡ് ഷെയർ മൈ ഗുഡ് ന്യൂസ് വിത്ത് യു. അവർക്ക് എന്തൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെൻറ്റ്. ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നു. ഓക്കെ. പുള്ളിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ പുള്ളീനെ ലീവിങ് ഹിം ബിഹൈൻഡ്. നിങ്ങൾ പുള്ളീനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളൊരു തോന്നൽ പുള്ളിക്ക് തോന്നുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. ഐ ലെഫ്റ്റ് യു ബിഫോർ യു കുഡ് ലീവ് മീ. ഓക്കെ. ആ ഒരു തോന്നലോടുകൂടി ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, നീ എന്നെ ഉപേക്ഷിക്കുന്നതിന് മുന്നേ. സോ ഞാനെപ്പോഴും മുൻപന്തി വേണം. അതാണ് പുള്ളിയുടെ ആവശ്യം. ഓക്കെ. ഐ ആം സോ അട്രാക്റ്റഡ് ടു യു. ഞാൻ ഭയങ്കര അട്രാക്റ്റഡ് ആണ് നീയുമായിട്ട്. All right, this is little complicated here. We need to let. Okay, so I think you cannot see that. We need to let each other go. എന്നുള്ളതാണ്. All right. Okay. I know it. I was a distraction from your pain. പുള്ളിക്കാരനറിയാം
ഞാനൊരു ഡിസ്ട്രാക്ഷൻ, നിൻ്റെ പെയിനിൽ നിന്നുള്ളൊരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. Oh, there is an hope. We will be together again. All right. Okay. I feel you even though we are apart. നമ്മളടുത്തില്ലെങ്കിലും നമ്മൾ ദൂരെയാണെങ്കിലും എനിക്ക് നിന്നെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ്സ് വൈ ഐ ലവ് യു അൺകണ്ടീഷണലി. യെസ്, ഹിയർ യു ഗോ. സി, നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പിൻ്റെ അവസ്ഥയിലാണെങ്കിലും അല്ല നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. പക്ഷേ എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് ഈ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ വന്നിരിക്കുന്നത് കേട്ടോ. സോ നമ്മളുടെ ഫർദർ റീഡിങ്ങിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. സോ നോ കോണ്ടാക്റ്റിൻ്റെ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താവും എന്നുള്ള ഫർദർ റീഡിങ് ഉടനെ ഞാൻ ചെയ്യുന്നതാണ്. അതുവരെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ മെസ്സേജസും നിങ്ങൾക്ക് റീസണേറ്റ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ടിൽ ദെൻ കാണാം എല്ലാവരെയും. ഉടനെ തിരിച്ച് കാണാം കേട്ടോ. ബൈ, ദെൻ സി യു.